ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പളനിക്ക് പോവാണ്. നമ്മുടെ കുഞ്ഞാവയുടെ മുടി മൊട്ടയടിക്കാനായിട്ട് പോവാം കേട്ടോ. നമുക്ക് പുനലൂരിൽ നിന്ന് 12:30 ട്രെയിനുണ്ട്. ഡയറക്റ്റ് പളനിയല്ല, നമ്മൾ തെങ്കാശി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ റിസർവേഷൻ ചെയ്തത് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. നമുക്കത് രാവിലെ ആയപ്പോഴത്തേക്ക് ക്യാൻസലായി. പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ റിസർവേഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ കിട്ടുന്ന ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ അതേ 12:20 നമ്മുടെ ട്രെയിൻ. നമ്മൾ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ലേഡീസ് എല്ലാവരും ഇവിടെ ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറി, ഏട്ടൻ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലിരുന്ന് കഴിക്കാൻ ജാമ്പ കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 2 പീസ് കഴിച്ചപ്പോഴത്തേക്ക് തന്നെ നല്ല അത്യാവശ്യം എരിവുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ടത് വെറുതെ വയറിളവുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ലേഡീസിലില്ല. പക്ഷേ ഏട്ടനപ്പുറത്തായിരുന്നു. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഏട്ടന് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. അപ്പം ഞാനും ഉമ്മച്ചിയും ഏട്ടൻ്റെ അമ്മയും മോളും കുഞ്ഞാടെ മോളും നമ്മുടെ മിങ്കും ഏട്ടനും നമ്മളെല്ലാവരും കൂടി ആയിട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ തെങ്കാശി ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അടുത്ത ട്രെയിൻ അവിടുന്ന് ഡയറക്റ്റ് പളനിയില്ല. പിന്നെ നമുക്കിനി മധുര ഇറങ്ങി അവിടുന്നേ പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് രാവിലെ ട്രെയിൻ കയറി മധുര ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ബസ് പിടിച്ചിട്ടാണ് പളനിക്ക് പോയത് കേട്ടോ. മധുരയിൽ നിന്ന് പിന്നെ ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് പിന്നെ ബസ് കയറി പളനി വന്നിട്ട് നമ്മളൊരു റൂം, നമുക്ക് 5 പേർക്ക് കൂടെയുള്ളൊരു റൂമാണ്. ഇത് 1700 രൂപയാണ് കേട്ടോ ആയത്. റൂമിന് 2000 പറഞ്ഞു. നമ്മൾ സംസാരിച്ച് 1700 രൂപയാക്കി. 5 പേർക്ക് കിടക്കാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് 350 രൂപ 400 രൂപയ്ക്കൊക്കെ റൂമുണ്ടെന്ന്. ഉണ്ടായിരിക്കാം. അത് സിംഗിൾ റൂമാണ്. അതിനകത്ത് ഒരുപാട് പേരൊന്നും പറ്റത്തില്ല. സിംഗിൾ റൂമുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ എത്രയും പേരുമായിട്ട് പോകുമ്പോൾ കുറഞ്ഞ റൂമും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് എടുത്ത് തപ്പിയിട്ടാണ് ഈ റൂമെങ്കിലും നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് നേരെ പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മുടി മുണ്ടനം ചെയ്യാനായിട്ട് വന്നത്. അപ്പം നമ്മൾ പളനിയുടെ തന്നെ അവരുടെ ഇതിൽ തന്നെ ഫ്രീ ആയിട്ട് മുടി മൊട്ടയടിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ടോക്കണൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുടി മൊട്ടയടിക്കായിരുന്നു. അപ്പം കുഞ്ഞുവാവ മുടി വെട്ടാമെന്ന് സമ്മതിക്കാത്ത ഒരാളാണ്. ഭയങ്കര കരച്ചിലാണ്. എന്തായാലും ഭാഗ്യത്തിന് ഏട്ടനും കൂടി മുടി എടുത്തതുകൊണ്ട് ഒരുവിധം അവളെ നോക്കിയായി. എങ്ങനെയെങ്കിലുമൊക്കെ 2 കൂടി മുട്ടയൊക്കെ അടിച്ച് നമ്മൾ പിന്നെ ഇറങ്ങി റൂമിൽ വന്നിട്ട് പിന്നെ നമുക്ക് പളനി അങ്ങോട്ട് ഫോണൊന്നും അലോഡ് അല്ലല്ലോ. പളനിയുടെ മുകളിലോട്ട് ഫോണൊന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഫോണും ബാഗും അതൊക്കെ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ മുകളിൽ പോയത്. ഇത് നമ്മൾ ചെന്നതിൻ്റെ അന്നുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ പിറ്റേന്നുള്ള കേട്ടോ. അപ്പോൾ പിറ്റേന്നായപ്പോഴത്തേക്ക് അമ്മ രാവിലെ അങ്ങ് പോയി. നമ്മൾ അന്ന് മുട്ടയടിച്ച് മലയെല്ലാം കയറി. നമുക്ക് അവിടെ ഒന്നും കറങ്ങി കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു വൈകിട്ട് ട്രെയിൻ കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. അമ്മ രാവിലെ ബസ്സിലങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഇത്രയും പേരെ പിന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി രാവിലെ ഒന്ന് അവിടെയൊക്കെ നടന്ന് കണ്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒരിടത്ത് വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറങ്ങി കാണണമല്ലോ. ഞങ്ങൾക്ക് തലേന്ന് മുടി മൊട്ടയടിച്ചും മലയിൽ കയറി ഇറങ്ങാനുള്ള സമയം കിട്ടിയുള്ളൂ. ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ഫ്രീ ആയി. അപ്പോൾ കുഞ്ഞാവയ്ക്ക് നമ്മളങ്ങനെ അധികം ഡ്രസ്സൊന്നും എടുത്തിട്ട് പോയില്ലായിരുന്നു. കാരണം നമ്മൾ ആകെ ഒരു ദിവസത്തെ പ്ലാനേ ഉള്ളായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് അന്ന് വന്ന് രാത്രി തന്നെ തിരിച്ച് ട്രെയിൻ കയറാം എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ നമുക്കെല്ലാം പ്ലാനിങ് എല്ലാം പോയതുകൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ കുഞ്ഞാവയ്ക്ക് ഞങ്ങൾക്ക് 2-3 ഡ്രസ്സ് അവിടെ നിന്ന് മേടിച്ചു. ഞാൻ തലേന്നിട്ട് ആ ടോപ്പ് തന്നെ കേട്ടോ ഇട്ടേക്കുന്നത്. ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ട് വന്നില്ല. അപ്പം കുഞ്ഞുവാവയ്ക്ക് അവിടെ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മളവിടെ എല്ലാം ഓരോ സാധനങ്ങളൊക്കെ കറങ്ങിക്കണ്ട് ഓരോന്നൊക്കെ മേടിച്ചു. പഞ്ചാമൃതവും അതൊക്കെ നമ്മൾ മേടിച്ച്. ഇതൊക്കെ അത്യാവശ്യം വിലയുണ്ട്. നമ്മളെ കാണുമ്പോൾ അവരങ്ങ് വില കൂട്ടും. പലയിടത്തും പല വിലയാണ്. ഒരിടത്ത് 200 പറയുന്നത്, തൊട്ടിപ്പുറത്ത് 100 പറയുന്നതുണ്ട്, 150, അങ്ങനെയൊക്കെ പലയിടത്തും പല വിലയാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളവിടെ സ്ട്രീറ്റിൽ ഇത് കണക്ക് ഇഡ്ഡലി സാമ്പാറും അങ്ങനത്തെ സാമ്പാറെന്ന് പറയല്ല, പരിപ്പുകറി പോലെ ഇരിക്കും. അതൊക്കെ നല്ല ടേസ്റ്റുള്ള നമ്മുടെ റൂമിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 2 സ്ത്രീകൾ നടത്തുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഭൂരിയും ഇഡ്ഡലിയും മാത്രമേ അവർക്കുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ തലേന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയൊക്കെ അവരുടെ മേടിച്ച് കഴിച്ചേ. പിന്നെ നമ്മൾ അവിടെ എല്ലാം രാവിലെ നമ്മളങ്ങനെ അവിടെ കണ്ടിട്ടില്ലല്ലോ. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് മല കയറാൻ നിന്നിരുന്നെങ്കിൽ നമുക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം അത്ര നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇന്നലെ തന്നെ ക്ഷീണമൊക്കെ ആണെങ്കിലും ഇന്നലെ കയറിയത് വലിയ കാര്യം.
പിന്നെ നമ്മൾ ഒരു വെള്ളമൊക്കെ കുടിക്കാമെന്ന് വെച്ചു. കാരണം നല്ല വെയിലുണ്ട്. നമ്മൾ കുടയൊക്കെ കൊണ്ടാണ് നടന്നെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മിങ്കു അവധി ആദ്യമായിട്ടാണ് കേട്ടോ ജനിച്ചതിന് ശേഷം ഈ ഒരു തൊപ്പി വെക്കുന്നത്. എന്ത് തോന്നിയെന്ന് എനിക്കറിയാൻ വയ്യ. ആ തൊപ്പി എന്തായാലും വെച്ചു അവൾ. എനിക്കതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ഈ ഒരു പൊട്ട് നമ്മൾ വാരണാസി പോയപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും ഞാൻ നോക്കിയപ്പം ഇത് ഇടാനായിട്ട് അപ്പം 10 രൂപയുള്ളൂ കേട്ടോ. അപ്പം ഞാനും ഇട്ടു, മോളെ കൊണ്ട് ഞെടിയിച്ചു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പളനിക്ക് ഉമ്മച്ചി വരണമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം ഉമ്മച്ചിക്ക് കുഞ്ഞുവാവയ്ക്ക് ഈ പൂട്ടുള്ള കുലിസിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ പാണ്ടിപ്പൂട്ടില്ലേ, അങ്ങനത്തെ കുലിസിടുന്നത് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ നമ്മുടെ കൂടെ വന്നത് തന്നെ. നമുക്ക് കുലിസ് മേടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കുലിസിൻ്റെ വില കേട്ടപ്പം ഞെട്ടി. കാരണം കുഞ്ഞാവയ്ക്ക് അവൾക്ക് 1 വയസ്സിന് മുമ്പെങ്ങാണ്ടാണ് കൊലുസ് മേടിച്ചപ്പം അന്ന് നമ്മുടെ ഇവിടെ നിന്ന് കൊലുസ് മേടിച്ചപ്പോൾ അതൊരു 6000 രൂപയെങ്ങാണ്ടേ ആയിട്ടുള്ളൂ. നിറമുത്തിൻ്റെ കുലുസ് നമ്മൾ മേടിച്ചത്. അവിടെ ചെന്ന് കുലുസിന് വില ചോദിച്ചപ്പം കുഞ്ഞാവയ്ക്ക് എടുത്ത കുലുസിന് 29,800 രൂപ പറഞ്ഞു കേട്ടോ. അയ്യോ, കേട്ടപ്പോൾ ഞെട്ടി. നമ്മൾ സത്യം പറഞ്ഞാൽ വെള്ളിയുടെ വില, നമ്മൾ സ്വർണ്ണത്തിൻ്റെ വില കയറുന്നല്ലേ അറിയുന്നുള്ളൂ, വെള്ളിയുടെ വില കയറുന്നതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. വില കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ വേണ്ട. അപ്പം പിന്നെ ഉമ്മച്ചി പറഞ്ഞു സാരമില്ല, ഞാൻ ആഗ്രഹിച്ച് ഒന്നല്ലേ എന്നുള്ള ഇതിലുമ്മ പിന്നെ മേടിച്ചു. പൈസ നോക്കാതെ അവർ മേടിച്ചു. ഞാൻ പറഞ്ഞു ഉമ്മ മേടിക്കണ്ട, അവൾക്ക് പഴയ കുലുസ് ഓൾറെഡി അവളുടെ കയ്യിലുണ്ട്, അവൾക്ക് വീട്ടിൽ. അവൾ ഇളക്കി കളയും. അപ്പം ഇത് പിന്നെ ഉമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഉമ്മ മേടിച്ചിട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ 30,000 രൂപയ്ക്ക് വെള്ളി കുലുസൊക്കെ മേടിക്കുന്നത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. വെള്ളിക്ക് 300 എത്രയാണ് വില അവർ പറഞ്ഞത്, അത്രയും വില ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയത്തില്ല കേട്ടോ ഇവിടെ ഈ വില തന്നെയാണോ എന്ന്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നമുക്ക് ഏകദേശം ഇറങ്ങാൻ സമയമായി. പിന്നെ നമ്മൾ അവിടുന്ന് ബസ് കയറി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട്, നമ്മൾ ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് രാത്രി നമുക്ക് 10:30 ഡയറക്റ്റ് പുനലൂർ ബസ്സുണ്ട്. നമ്മളങ്ങനെ ബസ്സും കാത്ത് ട്രെയിനും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പളനി യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.